ഞാൻ വലിയവൻ. തനിനിറം വാർത്തകൾ വായിക്കുന്നത് ജനസേവകൻ തോട്ടപ്പള്ളി. കഴിഞ്ഞ 75 വർഷമായി 2 സർക്കാരുകൾ നമ്മെ മാറി മാറി ഭരിക്കുന്നു. ജനത്തിന് ഉപകാരപ്രദമായ എത്രയോ നിയമങ്ങൾ അവർ കൊണ്ടുവന്നു. ആ നിയമങ്ങൾ ഒക്കെ ഇന്ന് നിലവിലുണ്ട്. പക്ഷേ നിയമം കൊണ്ടുവന്നവർ തന്നെ അതിനെ നോക്കുകുത്തികളാക്കി ഭരിക്കുന്നു. തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്കാണ് കേരള ജനത മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ മനോഭാവത്തിന് പ്രധാന കാരണം ഇവിടുത്തെ കോടതി രീതികളാണ്. പോലീസുകാർ വളരെ പ്രയാസപ്പെട്ട് പിടിച്ചുകൊണ്ടുവരുന്ന പ്രതികൾക്ക് പോലും ജാമ്യം കിട്ടുന്നു. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന പരിപാടിയാണിത്. പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല, മദ്യം കൂടി പാടില്ല എന്ന വിധി കേരള ജനതയ്ക്ക് വളരെ ആശ്വാസകരമായിരുന്നു. ആ വിധിയുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ പോലീസുകാർക്ക് പെറ്റി കേസ് ചാർജ് ചെയ്യാം, പിഴയടപ്പിക്കാം. പക്ഷേ പോലീസുകാർ നോക്കുകുത്തികളെ പോലെ നിൽക്കുന്നു. പോലീസുകാരെ നിലയ്ക്ക് നിർത്തേണ്ട നിയമമന്ത്രി അതിലും വലിയ നോക്കുകുത്തി. ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നവരെ വല്ല നൂറ്റാണ്ടിൽ പിടിച്ചെങ്കിലായി. ഏറ്റവും കൂടുതൽ മായം കലർത്തുന്ന ഭക്ഷ്യവസ്തുക്കളിലാണ്, പ്രത്യേകിച്ച് എണ്ണകളിൽ. അവരെല്ലാം ഇവിടെ നിർബാധം സ്വൈര്യവിഹാരം നടത്തുന്നു. മുന്നണിയിലുള്ളവരും ഉദ്യോഗസ്ഥരും ഇവരെ താങ്ങാനുള്ളത് കൊണ്ടാണ് ഇവർ നമ്മളെ വിഡ്ഢികളാക്കുന്നത്. ജനത്തിന് നിയമത്തെ പേടിയില്ലാത്തത് നിയമപാലകരുടെ കെട്ടുകാര്യസ്ഥത കൊണ്ടാണ്. സ്റ്റേഷനിലെ SI വിചാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണിത്. ഹായ് കൂട്ടുകാരെ, പാഠം 18 കാണാൻ മറക്കല്ലേ.